I see the world through eyes covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ലീക്സ് ആവാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിയൽമി GT Neo 3 റീബ്രാൻഡ് ചെയ്ത് OnePlus 10R ആക്കിയതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ അയച്ചു ചെയ്യുന്ന ഡിജിറ്റൽ വേൾഡിന് ഒരുപാടധികം നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ബോക്സ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ടൈപ്പ് സി കേബിൾ, സിലിക്കൺ കവർ, അതോടൊപ്പം 150 വാട്ട്സിൻ്റെ ചാർജറുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിലേക്ക് OnePlus 10R ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ടോട്ടലി കിട്ടുന്നത് ഒരു മെറ്റാലിക് ബിൽഡാണ്. ബാക്ക് ഗ്ലാസ് ബിൽഡല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം കണ്ട റിയൽമി GT Neo 2 കണക്ക് 2 സ്ട്രാപ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്, എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്ട്രാപ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പല മോഡലായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വോളിയം റോക്കറ്റ്സ് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിൽ ഒബ്വിയസ്ലി നമ്മുടെ പവർ കീ ആണ് വരുന്നത്. അതോടൊപ്പം മോൾ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ പ്രൈമറി സ്പീക്കറും താഴ്ഭാഗത്തായിട്ട് ടൈപ്സ് കൊടുക്കാനുള്ള പോർട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡറി സ്പീക്കറും പിന്നെ നമ്മുടെ സെക്കൻഡറി മൈക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈമറി മൈക്ക് മുകളിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, അത് ഞാൻ പറയാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എനിവേ പോർട്സ് ആൻഡ് ബട്ടൺസ് എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഇതൊന്നും വരുന്നില്ല. ബട്ട് ഇതിലേക്ക് അലർട്ട് സ്ലൈഡർ കൊണ്ടുവരുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 ബില്യൺ കളേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും HDR 10+ സപ്പോർട്ടബിൾ ആണ്. ആക്ച്വലി ഈ ഒരു ഫോൺ ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ OnePlus 10R ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ക്യാമറ ഡിസൈനും സ്പെക്സും എല്ലാം കറക്റ്റ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ രീതിയിലായിരിക്കും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു റീബ്രാൻഡഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഓയിസും കാര്യങ്ങളും മാറി ഓക്സിജൻ ഓയിസ് ആയിരിക്കും ഒബീസിലി വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു MediaTekൻ്റെ പ്രോസസ്സർ മാറാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. സോ പ്രോസസ്സർ ഏതാണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞുള്ളത് തന്നെ AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. റിയൽമിയുടെ ഡിസ്പ്ലേസ് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക നിറ്റ്സ്, അതായത് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് 1500 വരെ നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഇതിൻ്റെ അത് ലഭിക്കുന്നുണ്ട്. സോ ദാറ്റ് വാസ് ഓൾസോ നൈസ്. ആൻഡ് ഇതിൻ്റെ അത് നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൂടെ കിട്ടുന്ന ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേ വൈസ് നല്ല സ്ട്രോങ്ലി റെക്കമെൻഡഡ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിലായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു 3 ക്യാമറ സെറ്റപ്പ്, അതായത് ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ വൈഡും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം 4K at 60 FPS വരെ വീഡിയോസ് പുഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈറോ EISും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിലെടുത്ത പിക്ചേഴ്സ്, പ്രൈമറി ഷോട്ട്സ്, മാക്രോ ഷോട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടുന്ന ഓരോ ഷോട്ട്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. മേ ബി ഇതിൻ്റെ അകത്തുള്ള ഫോട്ടോസ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് OnePlusൻ്റെ വോയിസ് വരുമ്പോൾ ആ ഒരു ഫോട്ടോ പ്രോസസ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഇതിനേക്കാളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഓക്സിജൻ വോയിസ് വരാണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി വരുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സോ സൂമിങ്ങിൻ്റെ അത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബഗ് ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക കളർ ഒരുപാടധികം കുറഞ്ഞായിട്ട് തോന്നും. പിന്നെ നൈറ്റ് മോഡിൽ എടുക്കുന്ന ഫോട്ടോസ് കുറച്ച് ഡാർക്കി ആയിട്ട് ഇതിൻ്റെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. OnePlusലെ എന്താ പറയുക നൈറ്റ് മോഡും നൈറ്റ് സ്കേപ്പ് ഫോട്ടോഗ്രാഫീസൊക്കെ ഒരുപാടധികം നല്ലതാണ്. മേ ബി അതിൻ്റെ വോയിസ് ഇതിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്തായാലും ഇന്ത്യയിലേക്ക് 10R ആയിട്ട് വരുമെന്നാണ് റൂമേഴ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരികയാണെങ്കിൽ നല്ല ഉപയോഗം വരും. കാരണം ഇതിൻ്റെ നൈറ്റ് സ്കേപ്പ് ഫോട്ടോഗ്രാഫീസ് കുറച്ചുകൂടെ മാറാനുള്ള സാധ്യത ഒരുപാടധികം കൂടുതലാണ്. ആൻഡ് ഇതിൻ്റെ ക്യാമറ ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഇത്ര മാത്രമേ ഇതിൻ്റെ അകത്ത് പറയാനായിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് MediaTekൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8100 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 5nm പ്രോസസ്സറാണ്, നല്ലൊരു പ്രോസസ്സറാണ്. GPU വരുന്നത് Mali G610 MC6 എന്ന് പറയുന്ന ഒരു കിടിലൻ ഒരു GPU കൂടെയാണ് ഇതിൻ്റെ അകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക പ്രോസസ്സിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സറിനകത്ത് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സേഴ്സ് MediaTekൻ്റെ ചിലപ്പോൾ മാറാനായിട്ട് സാധ്യതയില്ല. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ MediaTekൻ്റെ 8000 അതോടൊപ്പം എന്താ പറയുക 720Gയും അങ്ങനെയുള്ള പല MediaTekൻ്റെ പ്രോസസ്സേഴ്സ് മാറ്റാനുള്ള സാധ്യതയും ഇതിൻ്റെ അകത്ത് കൂടുതലാണ്. ആൻറ്റിവൈറസ് കോഴ്സിൻ്റെ കാര്യം പറയാനില്ല,
അടിപൊളി തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗെയിമിങ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 5nm നാനോമീറ്റർ ഒരു പ്രോസറാണ്. GPU ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മാലിൻ്റെ ഒരു G610 എന്ന് പറയുന്ന M6ൻ്റെ ഒരു പ്രോസറാണ്. നല്ല രീതിയിൽ തന്നെ ഗെയിംസ് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. FPS ഡ്രോപ്പ് ഒന്നും നമുക്ക് വലിയ രീതിയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള FPSും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡിവൈസിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒക്ടോ കോറിൻ്റെ 3 കോർട്ടെക്സ് A55ൻ്റെ CPUs ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 4 ടോട്ടലി 4 2.85 GHz റൺ ആവുന്നത്. ബാക്കി വരുന്ന 4 2.0 GHz റൺ ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കും. അതോടൊപ്പം തന്നെ റിയൽമിയുടെ GT മോഡ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. മേ ബി ഇത് ഇപ്പോൾ വരുന്ന ആൻഡ്രോയിഡ് 12ൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനകത്ത് നമ്മൾ കൂടുതലും ട്രൈ നോക്കിയത് PUBG, ഗെൻഷിൻ ഇമ്പാക്റ്റ്, അതോടൊപ്പം ഫോർട്നൈറ്റും ആണ് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ബാക്കിയുള്ള ഗെയിംസ് ഒന്നും ട്രൈ ചെയ്ത് നോക്കില്ല. മേ ബി ഇതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ നമ്മുടെ ചാനലിൽ വരാം. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂയും അതോടൊപ്പം ക്യാമറ റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ആൻഡ് ഇത് ഞാൻ വീഡിയോ ഇത്രയ്ക്ക് സ്ലോ ആയിട്ട് പറയുന്നത് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ വേദനയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു വീഡിയോയ്ക്ക് ഇത്ര ലെങ്ത് കൂടില്ല, ഞാൻ വളരെ സ്പീഡിലാണ് വീഡിയോ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ബട്ട് ഇന്ന് എനിക്ക് ചെറിയ തൊണ്ടവേദന ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് സ്ലോ ആയത്. സോ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ആൻഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയോ റിയൽമി OS പിഴച്ചതുപോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഒരു ബാക്ക്വേഡ് അവിടെ വന്നിട്ടുണ്ട് റിയൽമി ഈ ഒരു OSൽ. കാരണം എനിക്ക് തോന്നുന്നു മേ ബി ഈ ഒരു ഗെയിമിൻ്റെ പ്രശ്നമായിരിക്കാം. കാരണം ചെറിയൊരു ഹീറ്റ് ഗെയിം കളിക്കുന്ന സമയത്ത് എല്ലാ ഫോണിലും ഉള്ള പോലെ നോർമൽ ഹീറ്റ് ആണെന്ന് പറയാം. ബട്ട് ഇത് കുറച്ച് അധികം എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊരു ഹീറ്റിംഗ് അത് ഒരു ക്യാമറയുടെ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം കണ്ട റിയൽമി GT Neo 2ൽ പോലെ തന്നെയാണ് ആ ഒരു ക്യാമറയുടെ ഭാഗത്ത് ചെറിയൊരു ഹീറ്റ് കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒരുപാടധികം റിവ്യൂവിലും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഹീറ്റ് വരുന്നതായിട്ട് അതിൻ്റെ അകത്ത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നോർമൽ ഹീറ്റിൽ നിന്ന് ഏകദേശം 4 ഡിഗ്രിയോളം, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹീറ്റ് നോക്കുന്നതെങ്കിൽ ഏകദേശം 44 പോകുന്ന ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. കാരണം നോർമൽ ഗെയിമിങ്ങിന് 40 ഡിഗ്രി മാത്രമേ ഈ ഒരു ഫോണിൽ കൂടുന്നുള്ളൂ. ബട്ട് ഹൈ ഗ്രാഫിക്സിൽ പോകുന്ന സമയത്ത് 44 ഡിഗ്രിയിലേക്ക് പോകാം. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം ഹൈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കുമ്പോൾ എല്ലാ ഫോണിലും ചെറിയൊരു ഹീറ്റ് വരുന്നതാണ്. അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 150 വാട്ട്സിൻ്റെ ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫാസ്റ്റ് ചാർജറാണ് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫാസ്റ്റ് ചാർജറാണ്. OnePlusൻ്റെ ചാർജർ ആയിരിക്കും, വാപ്പ് ചാർജർ ആയിരിക്കും കേട്ടോ. ഡാർട്ട് ചാർജർ വാപ്പ് ചാർജർ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ 50% കയറാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റെഗുലർ വെർഷനും ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെ കാര്യത്തിൽ വലിയ പിടുത്തമില്ല. 80 വാട്ട്സിൻ്റെ ചാർജറുള്ളൊരു നോർമൽ റെഗുലർ വേരിയൻറ്റും കൂടെ ഇതിൻ്റെ അകത്ത് ഇറക്കുമെന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ കാര്യം നമുക്ക് അറിയില്ല. മേ ബി കൊണ്ടുവന്നേക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം OnePlusൻ്റെ ഏസും അതോടൊപ്പം ഇതിൻ്റെ കുറച്ചുകൂടെ ലോവർ വേരിയൻറ്റും കൂടെ വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അറിയില്ല, നമുക്ക് എന്തായാലും അത് നോക്കിയിരിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്തി ആയിപ്പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ എൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഒരു പ്രൈസിങ് ആൻഡ് കൺക്ലൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസിങ് ആൻഡ് കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഏകദേശം 30,000 രൂപയ്ക്ക് അകത്തായിരിക്കും വരാൻ പോകുന്നത്. OnePlus Nord OnePlus Nord ഇതിൻ്റെ ഇത് OnePlus Nord അല്ല, OnePlus 10R ഓക്കെ. OnePlus 10Rൻ്റെ പ്രൈസിങ് ഏകദേശം 30,000 രൂപയ്ക്കകത്ത് വരുമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ആ ഒരു പ്രൈസ് റേഞ്ച് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കത്തുള്ളൂ. അതെന്തായാലും ഉറപ്പാണ്. 28,000 അല്ലെങ്കിൽ ഒരു 27,000 ആ ഒരു റേഞ്ചിൽ ഇറക്കുകയുള്ളൂ. അപ്പോൾ മേ ബി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് നമ്മുടെ മാധവ് സേത്ത് ടീസ് ചെയ്ത പോലെ തന്നെ GT Neo 3 ആയിട്ട് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ബട്ട് ഇതൊരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നാണ് ഒരുപാടധികം OnePlus തന്നെ ഇപ്പോൾ തന്നെ ഒഫീഷ്യലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആർത്തി സൈനിങ് ഓഫ്. ബൈ.